കഴിഞ്ഞ ഒരാഴ്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഡിഎയുടെ എല്ലാ പ്രമുഖ സഖ്യകക്ഷികളുടെയും എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആഹ്ലാദങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനും ബിജെപിയും സഖ്യകക്ഷികളും തമ്മിൽ ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിനും പുറമെ യോഗങ്ങൾ എംപിമാർക്ക് വിലപ്പെട്ട നേട്ടങ്ങൾ സമ്മാനിച്ചു. ചെറുപ്പക്കാർക്കും ആദ്യമായി എംപിമാർക്കും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകൾ പ്രചോദനവും മാർഗദർശനത്തിന്റെ ഉറവിടവുമാണ്. ടിഡിപി, ജെഡിയു, ജനസേന, എൽജെപി തുടങ്ങിയ പാർട്ടികളുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചകളുടെ പരമ്പരയിൽ രാഷ്ട്രീയം സംഭാഷണങ്ങളുടെ ഭാഗമായിരുന്നില്ല. ഞാനും നിങ്ങളെപ്പോലെ ഒരു എംപിയാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ഓഫീസിൽ വിളിക്കാനോ നിങ്ങളോട് ആശങ്കകൾ എന്നോട് പങ്കിടുവാനോ മടിക്കരുത്. ഞാനെപ്പോഴും നിങ്ങൾക്ക് ലഭ്യമാണ്, പ്രധാനമന്ത്രിയെ ഉദ്ധരിച്ച് ഒരു ടിഡിപി നേതാവ് പറഞ്ഞു. സഖ്യപങ്കാളികളുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമത്തെ താൻ അഭിനന്ദിക്കുന്നതായി ടിഡിപി എംപി പറഞ്ഞു. പവൻ കല്യാണിന്റെ ആവിർഭാവം യുവാക്കളിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തും. അദ്ദേഹത്തിന്റെ അർപ്പണബോധവും അദ്ദേഹം തന്റെ താരശക്തിയെ എങ്ങനെ ഉപയോഗിച്ചു. സംസ്ഥാനത്തിന്റെ ക്ഷേമം എന്നത് ഒരുപാട് യുവ രാഷ്ട്രീയക്കാർ ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗം എന്നതിലുപരി ഒരു നല്ല നേതാവാകാൻ എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ രീതി ഏറെ ശ്രദ്ധേയമാണ്. ജനസേനയ്ക്കും ടിഡിപിക്കും ബിജെപിക്കും കേന്ദ്രത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും സഖ്യമുണ്ട്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. നിതീഷ് കുമാറിന്റെ ജെഡിയുവിൽ നിന്നുള്ള എംപിമാരുമായി കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ബീഹാർ വികസനത്തിന്റെ അഭാവത്തിൽ എങ്ങനെ കഷ്ടപ്പെടുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി സംസാരിച്ചു. ഗ്രൗണ്ടിലേക്ക് പോയി ആളുകളിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മറ്റെന്തിനേക്കാളും കൂടുതൽ സംതൃപ്തി നൽകും. എല്ലാത്തിനുമുപരി നാമെല്ലാവരും പൊതുജനങ്ങളുടെ പ്രതിനിധികളാണ്, ഒരു ജെഡിയു നേതാവ് പ്രധാനമന്ത്രിയെ ഉദ്ധരിച്ച് പറഞ്ഞു. ഏറെക്കാലമായി ബിജെപിയുടെ സ്വാഭാവിക സഖ്യകക്ഷിയായിരുന്നു ശിവസേന. എന്നാൽ പാർട്ടി പിളർന്നതിനു ശേഷം ഏക്നാഥ് ഷിൻഡെയാണ് ഭരണപക്ഷത്തെ നയിക്കുന്നത്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. നിങ്ങളുടെ എതിരാളികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആഖ്യാനത്തിൽ അകപ്പെടരുത്. നിങ്ങളുടെ ജോലി നിങ്ങൾ ഉത്സാഹത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് ആഖ്യാനം നിയന്ത്രിക്കാൻ കഴിയും. കഠിനാധ്വാനമല്ലാതെ മറ്റൊരു വിജയ ഫോർമുലയില്ല. ഒരു ശിവസേന എംപി പ്രധാനമന്ത്രിയെ ഉദ്ധരിച്ചു. തന്റെ വിശദമായ അനുഭവത്തിൽ നിന്ന് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ അത് തന്നെ സ്പർശിച്ചു. ആശുപത്രി കഴിയുന്ന മുൻ കേന്ദ്രമന്ത്രി അശോക് ഗജപതി രാജുവിന്റെ ഭാര്യയുടെ ആരോഗ്യനില പരിശോധിക്കുന്നത് മുതൽ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ആരോഗ്യവും ക്ഷേമവും പരിശോധിക്കുന്നത് വ്യക്തമാക്കി. പാർലമെന്റിന്റെ സൂക്ഷ്മതകൾ പ്രായോഗികമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പുതുമുഖങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഉണ്ടായിരുന്നു. വർഷങ്ങളായി ഇവിടെയെത്തുന്ന ജനപ്രതിനിധികളുടെ അനുഭവ സമ്പത്തിനേക്കാൾ വലിയ അറിവിന്റെ നിധി വേറെയില്ല. ഈ അറിവുകളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കണം ഒരാൾ. വരും ദിവസങ്ങളിലും സമയങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും, പ്രധാനമന്ത്രി എൻഡിഎ എംപിമാരോട് പറഞ്ഞു. അടുത്തിടെ സമാപിച്ച എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ 18ാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എംപിമാരെയും പ്രചോദിപ്പിക്കുന്നതിന് പുറമെ പുതിയ എംപിമാർക്കും പ്രധാനമന്ത്രി വിലപ്പെട്ട ഉപദേശം നൽകിയിരുന്നു. ജാഗ്രത പുലർത്തുക, വളരെ ശ്രദ്ധാലുവായിരിക്കുക. കാരണം ഡൽഹിയിൽ ചന്ദ്രനെ വാഗ്ദാനം ചെയ്യുന്ന നിരവധി ആളുകളെ നിങ്ങൾ കാണും. അവർ നിങ്ങൾക്കായി എല്ലാം ചെയ്യുമെന്ന് നിങ്ങളോട് പറയും. എന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ശ്രദ്ധാപൂർവം ചെയ്യണം. ഒരിക്കലും കെണിയിൽ വീഴരുത്. സംശയമുണ്ടെങ്കിൽ അനുഭവപരിചയമുള്ള ആരോടെങ്കിലും ചോദിക്കൂ. ചൊവ്വാഴ്ച യോഗം അവസാനിച്ചതിനു ശേഷം പ്രധാനമന്ത്രിയെ ഉദ്ധരിച്ച് ഒരു എൻഡിഎ എംപി പറഞ്ഞു. എൻഡിഎ എംപിമാരെ കൂടാതെ തന്റെ ക്യാബിനറ്റ് സഹപ്രവർത്തകർക്കും പ്രധാനമന്ത്രി മോദി സുപ്രധാന ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. മന്ത്രിമാരുടെ കൗൺസിലിലെ 30-ലധികം അംഗങ്ങൾ ആദ്യ തവണയാണ്. പ്രധാനമന്ത്രി എപ്പോഴും തന്റെ പ്രതികരണങ്ങളിൽ വളരെ പോസിറ്റീവാണ്. വളരെ ക്രിയാത്മകമായ ഉപദേശങ്ങൾ നൽകുന്നു. പുതിയ മന്ത്രിസഭ നിലവിൽ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞു. നമ്മുടെ മുതിർന്നവരിൽ നിന്നും ഞങ്ങളുടെ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും പഠിക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവരുമായി ഇടപഴകുകയും അവരെ കാണുകയും ചെയ്യണമെന്നും അവരുടെ അനുഭവത്തിൽ നിന്ന് 1-2 പാഠങ്ങളുമായി ഞങ്ങൾ എപ്പോഴും മടങ്ങിവരുമെന്നും അദ്ദേഹം പറഞ്ഞു എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്തിടെ പാർലമെന്റിൽ എൻഡിഎ എംപിമാരുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ജോലിയും രസകരവുമല്ല. തന്റെ ഭാരം കുറയ്ക്കുമെന്നും നിലനിർത്തുമെന്നും ഒരു എംപി വാഗ്ദാനം ചെയ്തതെങ്ങനെയെന്ന് പ്രധാനമന്ത്രി തകർത്തു. എംപി തന്റെ ഭാരം നിലനിർത്തുക മാത്രമല്ല രാഷ്ട്രീയ ഭാരവും നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പിതാവ് രാംവിലാസ് പാസ്വാനും മോദി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം
അതൊരു വൈകാരിക കൂടിക്കാഴ്ചയായിരുന്നു. മീറ്റിംഗിലെ ഏതാനും നിമിഷങ്ങൾ തൻ്റെ പരേതനായ പിതാവിനെ ഓർക്കാൻ ചെലവഴിച്ചു. പ്രധാനമന്ത്രിയോടൊപ്പം പിൽക്കാല പിതാവ് മുരളി മനോഹർ ദേവറയെ അനുസ്മരിച്ച മിലിന്ദ് ദേവറയുടെ അനുഭവം ഇതുതന്നെയാണെന്ന് പറയപ്പെടുന്നു.